ഇന്ത്യൻ റെയിൽവേ ഇങ്ങനൊരു പണി തരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ട്രിവാൻഡ്രത്തിന് പോകാൻ വേണ്ടി എറണാകുളം നോർത്തിൽ നിന്ന് 11:15 രാത്രി 11:15 ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ 11:15 വരേണ്ട ട്രെയിൻ വന്നത് ഏകദേശം 12 മണിയോട് അടുപ്പിച്ചായിരുന്നു. അപ്പോൾ 11:15 വന്നിരുന്നെങ്കിൽ അതിൻ്റെ സമയം ട്രിവാൻഡ്രത്ത് എത്തേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 4:15 4:30 ആ ഒരു ടൈമായിരുന്നു. ഓൾറെഡി 3/4 മണിക്കൂർ ലേറ്റ് ആയപ്പം നമ്മൾ വിചാരിക്കുമല്ലോ ഇനി എന്തായാലും ലേറ്റ് ആയിട്ടേ എത്തുള്ളൂ എന്ന്. അപ്പോൾ 12 മണിക്ക് ട്രെയിൻ വന്നു, ഞങ്ങൾ കയറി, ഞങ്ങൾക്ക് ബർത്തൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കയറി കിടന്ന് നല്ല അന്തസ്സായിട്ട് ഉറങ്ങി. അലാറൊന്നും വെച്ചില്ല, കാരണം ട്രിവാൻഡ്രം വരെ ഉള്ളൂ ട്രെയിൻ, അവിടെ എത്തുമ്പോഴത്തേക്ക് എണീറ്റാൽ മതി എന്നൊക്കെ ഓർത്തു. കയറി കണ്ണടച്ചത് മാത്രം ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പേട്ടയെത്തി എന്ന് പറഞ്ഞാൽ കുറേ ഒച്ചയും ബഹളവും പിന്നെ കുറേ ലൈറ്റുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കേട്ട് കണ്ണു തുറന്നപ്പോൾ ഇത്ര ഇവിടുന്ന് പേട്ടയെത്തിയോ? സമയം നോക്കും മണി 3:30. 12 മണിക്ക് എറണാകുളത്ത് നിന്ന് എടുത്ത് 3.5 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രത്ത് എത്തേണ്ട മാജിക് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും പേട്ടയെന്ന് നമുക്കറിയാമല്ലോ, ഒരു 10 മിനിറ്റും കൂടി എങ്ങാണ്ട് ഉള്ളൂ ട്രിവാൻഡ്രത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ വന്നവർക്കും ഈ പ്ലാൻ ഭയങ്കരമായിട്ട് കുളമായിപ്പോയി, കാരണം അവരും പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വേറെ സമയം കുറച്ചുകൂടി വൈകിട്ടായിരുന്നല്ലോ. എന്തായാലും ഇത്ര നാൾ വൈകി ഓടി മാത്രമേ പണി തന്നിരുന്നുള്ളൂ ഇന്ത്യൻ റെയിൽവേ. ഇപ്പോൾ നേരത്തെ ഓടിയും പണി തന്നിരുന്നു, അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഒന്നില്ലെങ്കിൽ ആശാരം നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്തുനിന്നാണല്ലോ. ഇത്തവണ ഏകദേശം കറക്റ്റ് നെഞ്ചത്തിൻ്റെ ഭാഗത്ത് തന്നെയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ പറയാവേ. അപ്പോൾ ബൈ.